ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ്. ബീഫ് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് എളുപ്പത്തിൽ റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക 1 കിലോ. അതിൻ്റെ ഉള്ളിലേക്ക് 2 സവോള സ്ലൈസ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. അതിനുശേഷം അത് കഴിഞ്ഞ് കുറച്ച് ക്രഷ്ഡ് പെപ്പർ ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് പെരിഞ്ജീരകം, കറുവാപ്പട്ട 2 കഷ്ണം, അല്പം വെളിച്ചെണ്ണ, എല്ലാം ചേർത്ത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് എടുക്കുക. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുക്കറിൽ വെച്ച് നന്നായിട്ട് അടച്ച് 4 വിസിലടിക്കണം. വിസിലടിച്ച് വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആവും. ഒണിയനൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തിക്ക് ഗ്രേവി ആയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സ്ലൈസ് ചെയ്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ആ സ്ലൈസ് ചെയ്ത് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുക്കുന്നതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് മെല്ലെ ഇളക്കി സോട്ട് ചെയ്തിടുക. സോട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ അല്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇടുക. വേവിച്ചിരിക്കുന്ന ബീഫ് ഇട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ആർക്കും എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബീഫ് വെന്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും കൂടെ ഇത് വേവിക്കാൻ വെക്കുക. അടച്ച് വേവിക്കാൻ വെക്കണം. അപ്പോൾ ആ ബീഫ് നന്നായിട്ട് ഗ്രേവി നന്നായിട്ട് കുക്ക് വരും. ഇതിൻ്റെ പുറമെ ലാസ്റ്റ് അതിൻ്റെ കൂടെ ഇച്ചിരി ക്രഷ്ഡ് പെപ്പറും കൂടി ചേർത്ത് കൊടുക്കുക. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് ഏകദേശം നന്നായിട്ട് കുക്ക് ചെയ്ത്
ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. അതേപോലെ തന്നെ പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണുന്നവരെ പാലക്കാട്